ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അപ്പോ നീ ഒന്നും ചെയ്യില്ലല്ലേ? ഞാൻ ചെയ്യില്ല. ഇപ്പൊ മുത്തശ്ശി എനിക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നല്ലോ. മുൻപ് എപ്പോഴെങ്കിലും ഞാൻ കുഞ്ഞായിരിക്കുമ്പോ പോലും ഇങ്ങനൊന്ന് ചെയ്തായിട്ട് മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ? അവൾക്ക് വേണ്ടി കോടതിയിൽ ഒരു വക്കീലിനെ അയക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അത് ഞങ്ങളുടെ അറിവില്ലായ്മയാ. ശരിയായ ശിക്ഷ വന്നില്ലല്ലോ. കുറച്ചു കാലത്തേക്ക് അവൾ അകത്ത് കിടക്കാനാണ് സാധ്യത. അത് കഴിഞ്ഞ് കണിമംഗലത്തെ മരുമകളായി തിരിച്ചെത്താന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. ഇവിടെ കേട്ടില്ല അവളെ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മോളെ. നിങ്ങളല്ലാതെ വേറെ ആരെ അവളോട് ക്ഷമിക്കാൻ? അവളോട് ഈ കുടുംബം ക്ഷമിക്കുന്ന പരിപാടിയില്ല. അവൾ ഇനി ഈ കുടുംബത്തെ മരുമകളായി എത്തുകയില്ല. ഇത് ഞാനാ പറയുന്നത്. അതെ, വരണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു. പക്ഷേ വരാതെ എന്ത് ചെയ്യും? പ്രിയങ്കേന്റെ അധികം എങ്ങനെയാ കഴിഞ്ഞിരുന്നെന്ന് ഞങ്ങൾക്കറിയാലോ. രാധിക മോളെ അപകടപ്പെടുത്താൻ പ്രിയങ്ക മോൾ ഒരിക്കലും ശ്രമിക്കില്ല. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ വച്ചല്ല, ആറ്റുവാശ്ശേരി വച്ച് പ്രിയങ്ക രാധികയെ ദ്രോഹിച്ചിട്ടില്ലേ? നിങ്ങളുടെ കൺമുന്നിൽ വെച്ച്. അതിന് ഞാൻ തെളിവ് തരണോ? അയ്യോ, അത് പിന്നെ കുട്ടികളല്ലേ. ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ എവിടെയും ഉണ്ടാവുമല്ലോ. ചെറിയ ചെറിയ തർക്കങ്ങളൊന്നും അല്ലായിരുന്നു. ദത്തെടുത്ത് വളർത്ത കുട്ടിയാണെന്നും പറഞ്ഞ് പ്രിയങ്ക ആക്ഷേപിച്ചിട്ടില്ലേ രാധിക മോളെ? എന്തിന് നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ലേ? നിങ്ങൾ വഴിമരുന്ന് ഇട്ടുകൊടുത്തു. അത് അല്പം കടുത്ത രീതിയിൽ അവൾ ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ. അയ്യോ, ഞാനിവരെ വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല. മോളെ രാധികെ, ദേ ഇത് മുത്തശ്ശി നിനക്ക് കൊണ്ടുവന്നതാ. കുറെ ദിവസമായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം, നിന്നെ ഒന്ന് വന്ന് കാണണോന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ, പക്ഷേ പ്രിയങ്ക കൊല്ലാൻ ശ്രമിക്കുന്നത് വരെ കാത്തു അല്ലേ മുത്തശ്ശി? ഇതിന്റെ പേര് കൈക്കൂലിയെന്ന. എങ്ങനെയെങ്കിലും രാധികയുടെ ഇഷ്ടം പിടിച്ചു പറ്റി അതുവഴി പ്രിയങ്കയെ രക്ഷിക്കണം. അതല്ലേ ഉദ്ദേശം? മുത്തശ്ശി, ഇവരോട് ഇറങ്ങി പോവാൻ പറഞ്ഞാ അത് വലിയ പ്രശ്നമാവൂന്ന് എനിക്കറിയാം. കാരണം പറയുന്ന ഞാനാണല്ലോ. മുത്തശ്ശി തന്നെ ഇവരിവിടെ ഇറക്കി വിടുന്നതാ നല്ലത്. അച്ഛനോ അമ്മയോ കണ്ട ഇഷ്ടമാവണമെന്നില്ല. എപ്പോ ഒന്നും ഞാൻ ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നിൽക്കാൻ നാണക്കേടുണ്ട്. അതുകൊണ്ട് തന്നെയാ ദേവനും യശോദയും ഒന്നും എന്റെ കൂടെ വരാത്തത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരിവിടെ വന്നാൽ തന്നെ അവരോട് മോശമായിട്ട് ആരും പെരുമാറില്ല. പ്രിയങ്ക ചെയ്ത തെറ്റ് പ്രിയങ്കയുടേത് മാത്രമായിട്ട് കാണാൻ ഇവിടെ ഉള്ളവർക്ക് പറ്റും. അറിയാം, എന്നാലും ഞങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ലല്ലോ. ഞാൻ മോളെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഇതൊക്കെ കണ്ടും കേട്ടും ഇവളുടെ മനസ്സ് വല്ലാണ്ടായിട്ടുണ്ടാവും. ഇവളെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. ഓ, അതെന്തായാലും ആശ്വാസം. രാധിക മോളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് പ്രിയങ്ക മോളും രാധിക മോളും ഒക്കെ ഒരുപോലെയല്ലേ? അല്ലേ മോളെ? പിന്നെ അതെ, ഞാൻ മോളോട് തനിച്ചൊരു കാര്യം സംസാരിച്ചോട്ടെ? അയ്യോ, അതിനെന്താ? രാധിക നിങ്ങളുടെ കുട്ടിയല്ലേ? തനിച്ച് എന്താ സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയാം.
പ്രിയങ്കയെ രക്ഷിക്കാൻ രാധിക മോളെ ഇടപെടണം. അതിനവളുടെ കാല് പിടിക്കാനാ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ പ്രിയങ്ക കാരണം കണിമംഗലത്തുകാര് ചുമക്കേണ്ടി വന്ന നാണക്കേട് എത്രയാണെന്ന് മറന്നു പോണ്ട. എല്ലാവരോടും ക്ഷമിക്കണമെന്ന് പറയാനേ എനിക്ക് പറ്റൂ. ആ ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാ സത്യങ്ങളും വെളിച്ചത്ത് വരട്ടെ. മോളെ, മുത്തശ്ശിയുടെ കൂടെ ഒന്ന് വാ. വാ മോളെ, വാ. രാധയ്ക്ക് എന്തോ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. ഉദ്ദേശം നീ പറഞ്ഞ തന്നെയാ പത്മിനി. വരാൻ അവകാശമുള്ളവർ തന്നെയാണല്ലോ അമ്മേ. ആട്ടിയിറക്കാൻ പറ്റില്ലല്ലോ. മോളെ പിടിച്ചു പിടിച്ചു. മോളെ, പ്രിയങ്കയ്ക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രിയങ്ക ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി നീ അത് ഏറ്റെടുത്തിട്ടുമുണ്ട്. അതൊക്കെ കുഞ്ഞുനാൾ മുതൽ മുത്തശ്ശി കണ്ടിട്ടുള്ളതാ. എന്നിട്ട് മുത്തശ്ശി ഒരിക്കലും അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ അത് വിടുമോളെ. ഇപ്പോഴത്തെ അവസ്ഥയില് നിനക്കല്ലാതെ വേറെ ഒരാൾക്കും അവളെ രക്ഷിക്കാൻ പറ്റില്ല. നിന്നെ അവൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞ പോലീസും കോടതിയും വിശ്വസിച്ചോളും. കോടതിയിലെ സത്യം മാത്രമല്ലേ പറയാൻ പറ്റൂ. പ്രിയങ്ക എന്നെ ദ്രോഹിച്ചിട്ടില്ലെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ടോ? എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുന്ന പ്രതിജ്ഞ എടുത്ത ആളല്ലേ മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞിട്ടാണോ അവളിങ്ങനെയൊക്കെ ചെയ്തത്? അയ്യോ മോളെ, എനിക്ക് ഇക്കാര്യത്തിൽ ഒരു സഹായവും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശി. മുത്തശ്ശി പൊയ്ക്കോളൂ. മോളെ, അവള് നിന്റെ അനുജത്തിയാ, നിന്റെ കൂടെ പിറപ്പാ. ആ തോന്നല് മുത്തശ്ശിക്ക് വന്നത് ഈ കേസ് വന്നതിന് ശേഷമല്ലേ? അതിനു മുമ്പ് അവൾ എന്റെ അനിയത്തിയാന്ന് ഞാൻ പറയുമ്പോ മുത്തശ്ശി എന്താ പറയാറുള്ളത്? തെരുവിന്ന് കിട്ടിയവൾക്ക് എന്ത് കൂടെ പിറപ്പെന്നല്ലേ? അത് കേട്ട് ഞാൻ എത്ര തവണ കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് കേട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ അച്ഛനും അമ്മയും വരുമ്പോ അവരെ പോലും ആക്ഷേപിച്ചിട്ടല്ലേ ഉള്ളൂ. മുത്തശ്ശി കൂടുതലൊന്നും സംസാരിക്കാതെ മുത്തശ്ശി പോയിക്കോളൂ. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അപ്പോ നീ ഒന്നും ചെയ്യില്ലല്ലേ? ഞാൻ ചെയ്യില്ല. ഇപ്പൊ മുത്തശ്ശി എനിക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നല്ലോ. മുൻപ് എപ്പോഴെങ്കിലും ഞാൻ കുഞ്ഞായിരിക്കുമ്പോ പോലും ഇങ്ങനൊന്ന് ചെയ്തായിട്ട് മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ?